Welcome to Class 10 CBSE Mathematics. Nature of roots ആണ് quadratic equations എന്ന ചാപ്റ്ററിലെ nature of roots. ആദ്യത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. Find the nature of the roots of the following quadratic equations. ഇത് ആക്ച്വലി NCERT എക്സസൈസ് 4.4 ചോദ്യങ്ങളാണ്. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ചില പോയിൻറ്റ്സ് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണാനുള്ള ഫോർമുല നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണത്? ക്വാഡ്രാറ്റിക് ഫോർമുല എന്താണ്? -b + or - സ്ക്വയർ റൂട്ട് ഓഫ് b² - 4ac ഡിവൈഡഡ് ബൈ 2a. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഇതിനകത്ത് b² - 4ac നമ്മൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത്? ബിക്കോസ് that expression is used to understand the nature of the roots of the quadratic equation. ഒരു quadratic equationൻ്റെ സൊല്യൂഷൻ്റെ നേച്ചർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ b² - 4ac ഉപയോഗിക്കുന്നത്. 3 കാര്യങ്ങൾ, 3 കണ്ടീഷൻസ് അല്ലേ? യു ഹാവ് ടു നോ 3 കണ്ടീഷൻസ് ഫോർ ദിസ്. ഫസ്റ്റ് ഓഫ് ആൾ, b² - 4ac ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന നേച്ചർ ഓഫ് റൂട്ട്സ് റിയൽ ആൻഡ് അൺഈക്വൽ ആയിരിക്കും. റിയൽ ആൻഡ് അൺഈക്വൽ ആയിരിക്കും. b² - 4ac ഈക്വൽ ടു 0 ആകുമ്പോൾ റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ആയിരിക്കും. b² - 4ac ലെസ് ദാൻ 0 ആകുമ്പോൾ നോ റിയൽ റൂട്ട്സ് ആയിരിക്കും. ഇതാണ് ഈ കണ്ടീഷൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. b² - 4ac ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ റിയൽ ആൻഡ് അൺഈക്വൽ റൂട്ട്സ് ആയിരിക്കും. b² - 4ac ഈക്വൽ ടു 0 ആകുമ്പോൾ റിയൽ ആൻഡ് ഈക്വൽ റൂട്ട്സ് ആയിരിക്കും. b² - 4 ലെസ് ദാൻ 0 ആകുമ്പോൾ നോ റിയൽ റൂട്ട്സ് ആയിരിക്കും. b² - 4ac ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പർ, ലെസ് ദാൻ 0 എന്ന് നെഗറ്റീവ് നമ്പർ. 0 എന്ന് പറയുമ്പോൾ ആ 0 വാല്യൂ കിട്ടുക. അപ്പോൾ നമുക്ക് റിയൽ ആൻഡ് അൺഈക്വൽ വാല്യൂ, ഈക്വൽ വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേപോലെയുള്ള ഈക്വൽ വാല്യൂസാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിവിടെ 2x, ഫസ്റ്റ് ചോദ്യം, 2x² - 3x + 5. 2x² - 3x + 5 = 0. ഇവിടെ b² - 4ac ആണ്. എ എത്രയാ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എ എത്രയാ? സൊല്യൂഷൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്? a2, b എത്ര? -3, c എത്ര? 5. b² - 4ac ആണ്. b² - 4ac = b² എത്രയാ? -3² -4 × a എത്ര? 2, c എത്രയാ? 5. ദാറ്റ് ഈസ് എന്തായിരിക്കും? 9 -3² is 9. 4 × 2, 8 × 5, 40. When you take 9 - 40, you get -13. നെഗറ്റീവ് നമ്പർ കിട്ടുന്നത്. ഇറ്റ് ഈസ് ലെസ് ദാൻ 0. എഴുതണം b² - 4ac ലെസ് ദാൻ 0. നെഗറ്റീവ് 31 ആയിട്ട്. Therefore, the given quadratic equation has no real roots. No real roots. That is our answer. Understand? Second question, 3x² - 4√3x + 4 = 0. a എത്രയാ? 3, b -4√3, c = 4. ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം. 3x² - 4√3x + 4 = 0. b² - 4ac ആണ്. b² - 4√3² -4 × ഏടെ സ്ഥാനത്ത് 3, 4 × 3 × 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 4√3². മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് തന്നെ വരും. 4√3². 4 × 4 16. √3 × √3 3. അപ്പോൾ 16 × 3 ഇവിടെ 48. -4 × 3 12 × 4 48 തന്നെ. = 0. b² - 4ac = 0 എന്ന് കിട്ടും അല്ലേ? Here the given quadratic equation has 2 equal roots. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ b² - 4ac ലെസ് ദാൻ 0 ആയി കഴിഞ്ഞാൽ നോ റിയൽ റൂട്ട്സ്. ഈക്വൽ റൂട്ട്സ് ഇവിടെ തന്നിരുന്നത് 0 ആയപ്പോൾ 2 ഈക്വൽ റൂട്ട്സ്. ഇനി ഗ്രേറ്റർ ദാൻ 0 ഏതെങ്കിലും പോസ്റ്റ് നമ്പറാണ് എന്ത് എഴുതും? 2 അൺഈക്വൽ റൂട്ട്സ് എന്ന് എഴുതും. അപ്പോൾ തേർഡ് നിങ്ങൾ അസൈൻമെൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. മനസ്സിലായോ? തേർഡ് വൺ, 2x² - 6x + 3 = 0. a 2 ആണ്, b -6 ആണ്,
അല്ലേ? സി എത്രയാ? 3 ആണ്. അപ്പോൾ അതുകൊണ്ട് ബി സ്ക്വയർ മൈനസ് 4ac ഉണ്ട്. 3 കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ഒന്ന്, ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ നമുക്കെന്ത് കിട്ടും? റിയൽ ആൻഡ് അൺഈക്വൽ റൂട്ട്സ് കിട്ടും. റിയൽ ആൻഡ് അൺഈക്വൽ റൂട്ട്സ് കിട്ടും. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആകുമ്പോൾ 2 ഈക്വൽ റൂട്ട്സ് കിട്ടും. 2 റിയൽ ഈക്വൽ റൂട്ട്സ് അല്ലേ? ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെങ്കിലോ നോ റിയൽ റൂട്ട്സ്. കൂട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഈ 2 കേസുകൾ മാത്രമേ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കേസിൽ ഫോർമുല നോട്ട് അപ്ലൈഡ്, ഫോർമുല ആപ്ലിക്കേഷൻ നടക്കില്ല. അണ്ടർസ്റ്റാൻഡ്? Find the values of k for each of the following quadratic equations so that they have two real equal roots. First question, 2x square plus kx plus 3 is equal to 0. Second question, kx into x minus 2 plus 6 is equal to 0. തന്നിരിക്കുന്ന 2 റിയൽ ഈക്വൽ റൂട്ട്സ് ആണ്. 2 റിയൽ ഈക്വൽ റൂട്ട്സ് ആകുമ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac is equal to 0 ആയിരിക്കണം. ബി സ്ക്വയർ മൈനസ് 4ac is equal to 0 ആയിരിക്കണം. ഇവിടെ നമുക്ക് ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കാം. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 2x സ്ക്വയർ പ്ലസ് kx പ്ലസ് 3 is equal to 0. എ എത്ര? 2. ബി എത്ര? k. സി എത്രയാ? 3. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിച്ചിട്ടാണ്. ബി സ്ക്വയർ മൈനസ് 4ac എന്താണ് നമ്മുടെ ആൻസർ അറിയാം? 0. കാരണം എന്താ? ക്വസ്റ്റ്യനിൽ പറഞ്ഞുകൊണ്ട് ദേ ഹാവ് 2 റിയൽ ഈക്വൽ റൂട്ട്സ്. റിയൽ ഈക്വൽ റൂട്ട്സ് ആകുമ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac വാല്യൂ 0 ആയിരിക്കും. ബി സ്ക്വയർ എത്രയാ? k സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 3 സി എത്രയാ? 3 സീക്വൽ ടു 0 അല്ലേ? അപ്പോൾ k സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 3 എത്രയാ? 24. k സ്ക്വയർ മൈനസ് 24 ഇസ് ഈക്വൽ ടു 0 അല്ലേ? k സ്ക്വയർ മൈനസ് 24 ഇസ് ഈക്വൽ ടു 0. വാട്ട് ഈസ് k സ്ക്വയർ? മൈനസ് 24 ഇപ്പോഴത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യും 24. വാട്ട് ഈസ് k? റൂട്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് 24. 24ന് നമുക്ക് 4 ഇൻറ്റു 6 എന്ന് എഴുതാം. 4 ഇൻറ്റു 6 ആണ് 24. 4 ഇൻറ്റു 6 ആണ്. 4ന് സ്ക്വയർ റൂട്ട് ഉണ്ട് 2. റൂട്ട് 6 എന്ന് എഴുതാം. അപ്പോൾ എന്താ എഴുതാം ആൻസർ? പോസിറ്റീവ് ഓർ നെഗറ്റീവ് 2 റൂട്ട് 6. ദാറ്റ് ഈസ് അവർ ആൻസർ. വാല്യൂ പോസിറ്റീവ് 2 റൂട്ട് 6, നെഗറ്റീവ് 2 റൂട്ട് 6 ആണ് ആൻസറായിട്ട്. രണ്ടാമത്തെ ചോദ്യത്തിൽ kx ഇൻറ്റു എക്സ് മൈനസ് 2 പ്ലസ് അല്ലേ 6 ഈക്വൽ ടു 0 എന്നാണ്. അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. kx ഇൻറ്റു എക്സ് kx സ്ക്വയർ മൈനസ് kx ഇൻറ്റു 2 2kx പ്ലസ് 6 ഈക്വൽ ടു 0. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താണ് നടക്കണേ? k. ax സ്ക്വയർ എയുടെ സ്ഥാനത്ത് k. ബിയുടെ സ്ഥാനത്ത് എന്താ നടക്കണേ? മൈനസ് 2k. സിയുടെ സ്ഥാനത്ത് നടക്കണേ 6 അല്ലേ? ഇനി ബി സ്ക്വയർ മൈനസ് 4ac ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കണം. ബി സ്ക്വയർ മൈനസ് 4ac എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ഈ ക്വസ്റ്റ്യനിൽ ബി സ്ക്വയർ മൈനസ് 4ac 0 എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത് അല്ലേ? റിയൽ ഈക്വൽ റൂട്ട്സ് ആണ്. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 2k സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എത്ര? k. സി എത്രയാ? 6 സീക്വൽ ടു മൈനസ് 2kയുടെ സ്ക്വയർ എത്രയാ? 4k സ്ക്വയർ മൈനസ് എത്ര കിട്ടും? 24k അല്ലേ? 24k നമുക്ക് സീക്വൽ ടു 0 എന്ന് കിട്ടും. ഇതിനകത്ത് കോമൺ ആയിട്ട് നമുക്ക് എന്തെടുക്കാം? 4k കോമൺ ആയിട്ട് എടുക്കാം. ഇതിനകത്ത് 4k എടുക്കാം, ഇതിനകത്തും 4k എടുക്കാം. കാരണം 24 4ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 4k ഇൻറ്റു k മൈനസ് 4 ഇൻറ്റു 6 അല്ലേ 24 അല്ലേ? അപ്പോൾ 6 എന്ന് എഴുതാം സീക്വൽ ടു 0 അല്ലേ? അപ്പോൾ ഇവിടെ 4kയും k മൈനസ് 6ഉം ആണ് നമുക്കിൻ്റെ ഫാക്ടേഴ്സ് കിട്ടുന്നത്. ഇത് രണ്ടിൻ്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ 4k 0 ആണ്. 4k 0 ആണെങ്കിൽ kയുടെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കും. k മൈനസ് 6 0 ആകണം. അപ്പോൾ k എന്താകണം? 6 ആകും അല്ലേ? k മൈനസ് 6 0 ആണെങ്കിൽ മൈനസ് 6 പുറത്തേക്ക് വരുമ്പോൾ എന്താവും? 6 ആവും. അപ്പോൾ വാല്യൂസ് ഓഫ് k എന്തൊക്കെയാവാം? 0 ആവാം, 6 ആവാം. അണ്ടർസ്റ്റാൻഡ്? ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഈസ് ഇറ്റ് പോസിബിൾ ടു ഡിസൈൻ
തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിസൈൻ എ റെക്ടാങ്കുലർ മാംഗോ ഗ്രൗ. Rectangular mango grove whose length is twice twice its breadth. Length breadth ന്റെ twice ആണ് അല്ലേ. ആൻഡ് ഏരിയ എത്രയാ? 800 meters square അല്ലേ. ഇഫ് സോ ഫൈൻഡ് its length and breadth. അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കും. Is it possible to design a rectangular mango grove whose length is twice its breadth? ലെങ്ത്ത് ബ്രെഡ്ത്തിൻ്റെ ട്വൈസ് ആകുകയും ഏരിയ 800 meter square ആകുന്നതായ ഒരു മാംഗോ ഗ്രൗ, റെക്ടാങ്കുലർ മാംഗോ ഗ്രൗ ഡിസൈൻ ചെയ്യാൻ പോസിബിൾ ആണെന്ന് വെച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ബ്രെഡ്ത്ത് നമ്മൾ അസ്യൂം ചെയ്യാം. ബ്രെഡ്ത്ത് എന്തായിട്ട് അസ്യൂം ചെയ്യാൻ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ലെങ്ത്തിന് എന്താ പറ്റി പറഞ്ഞിരിക്കുന്നത്? ബ്രെഡ്ത്തിൻ്റെ ട്വൈസാണ് അല്ലേ. അപ്പോൾ ലെങ്ത് എന്തായിട്ട് എടുക്കാം? 2x അല്ലേ. ഏരിയ എന്താണ് തന്നിട്ടുണ്ട്? 800. ഏരിയ ആണല്ലോ ഫോർമുല, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ x ഇൻറ്റു 2x, x ഇൻറ്റു 2x, ദാറ്റ് ഈസ് 2x സ്ക്വയർ കിട്ടും. 2x സ്ക്വയർ ഈസ് ഈക്വൽ ടു 800 അല്ലേ. ഏരിയ 800 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എക്സ് സ്ക്വയർ എത്രയായിരിക്കും? 800/2 ഗെറ്റ് 400 അല്ലേ. ദെർഫോർ എക്സ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ഓർ നെഗറ്റീവ് സ്ക്വയർ റൂട്ട് ഓഫ് 400 കിട്ടും. സ്ക്വയർ റൂട്ട് ഓഫ് 400 എത്രയാ? 20 പ്ലസ് ഓർ മൈനസ് 20 അല്ലേ. എക്സിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് അല്ലേ 20 മീറ്റർ എന്ന് ആൻസറായിട്ട് കിട്ടുന്നു. അപ്പോൾ എക്സ് 20 ആണെങ്കിൽ എക്സ് ഈസിക്കൽ ടു -20 എടുക്കാൻ പറ്റില്ല, കാരണം ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് അല്ല അല്ലേ. എക്സ് 20 ആകുമ്പോൾ ഇതിനകത്ത് ബ്രെഡ്ത്ത് കിട്ടി. അപ്പോൾ ലെങ്ത് എത്രയായിരിക്കണം? അതിൻ്റെ ട്വൈസ്. 20 × 2 എത്രയാണ്? 40. 40 × 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏരിയ കിട്ടുന്നില്ല, 800 കിട്ടുന്നില്ലേ അല്ലേ. ദെർഫോർ ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിസൈൻ ദ rectangular mango grove. Length and breadth are 40 meter and 20 meter respectively. That is our answer.